ഹായ്, എല്ലാവർക്കും റീഡേഴ്സ് കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു ബുക്ക് റിവ്യൂ അല്ല ചെയ്യുന്നത്. പല ഫിനാൻഷ്യൽ ബുക്കുകളെ അടിസ്ഥാനമാക്കി ഒരു മണി സീരീസാണ് ചെയ്യുന്നത്, ദ റിച്ച് സ്റ്റോറീസ്. ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡാണ്. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഈ റിച്ച് സ്റ്റോറീസിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പരിചയപ്പെടുന്നത് ചില ടെർമിനോളജീസാണ്, ഫിനാൻഷ്യൽ ടെർമിനോളജീസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫിനാൻസിനെ പറ്റി പഠിക്കേണ്ടതെന്ന് ആദ്യം പറയാം. പൊതുവെ ജനങ്ങൾക്കിടയിൽ സത്യസന്ധമായ ഒരു കമ്മ്യൂണിക്കേഷൻ സേവിങ്സിനെ പറ്റിയും മണിയെപ്പറ്റിയും ഉണ്ടാവാറില്ല. അതേപ്പറ്റി ഒരു ക്ലാസ് എടുക്കേണ്ടി വരുന്നത്, സംസാരിക്കേണ്ടി വരുന്നത് പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ ഒന്നും ചിട്ടയായ രീതിയിൽ പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല വീഴ്ചകളും തകർച്ചകളും ഒക്കെ പറ്റിയാണ് പലരും പണത്തെ കൈകാര്യം ചെയ്യുന്നത്, പഠിക്കുന്നത്. പഠിച്ചു വരുമ്പോഴേക്കും ആയുസിൻ്റെ പകുതിയായിട്ടുണ്ടാവും. പിന്നെ കുറേ കടബാധ്യതകളും എങ്ങനെ പൈസ മാനേജ് ചെയ്യണമെന്നറിയാൻ പറ്റാതെ പലതരം ബിസിനസ്സുകളൊക്കെ ചെയ്ത് തകർന്ന് ചില ആളുകളൊക്കെ ജയിച്ച് ചില ബിസിനസ്സുകൾ വിജയം കണ്ടെത്തി. അതുപോലെ നമ്മുടെ ടാക്സ് പെയർ ആയിട്ടുള്ള ഗവൺമെൻറ് സർവൻറ്റുകളും മറ്റ് നിത്യശമ്പളക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ അവർക്കൊരു നിശ്ചിത വരുമാനം, 1-2 മാർഗ്ഗങ്ങൾ അറിയാം സേവ് ചെയ്യാനായിട്ടുള്ള. അതിനപ്പുറത്തേക്ക് പൊതുവെ ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ ആളുകൾക്ക് ഇതിനെ പറ്റിയുള്ള അറിവ് കുറവാണ്. പലപ്പോഴും തീന്മേശയിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വീടുകൾ വളരെ കുറവാണ്. ഞാൻ പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റി, സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയെപ്പറ്റി. പണം കൈകാര്യം ചെയ്യുന്നതിൽ കണക്ക് സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. പഠിച്ച് മിടുക്കരായി ജോലി സമ്പാദിക്കൂ എന്ന് മാത്രമാണ് അവർക്ക് ഉപദേശം സാധാരണഗതിയിൽ, പ്രത്യേകിച്ചും പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സുമായ ആളുകളുടെ വീടുകളിൽ കിട്ടാറുള്ളത്. ഇതിൻ്റെ ഒരു പോരായ്മ എന്തെന്ന് വെച്ചാൽ, പഠിച്ച് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഈ പൈസ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ആദ്യത്തെ ഒരു 5-6 മാസത്തെ സാലറി കൊണ്ട് അവനവൻ ആഗ്രഹിച്ച ലക്ഷറി വസ്തുക്കളൊക്കെ അവർ വാങ്ങിക്കൂട്ടും. കുറേ EMI എടുക്കേണ്ടി വരും. പിന്നെ കുറച്ച് പേഴ്സണൽ ലോണോ ആഡംബരമായ വീടോ കാറുകളോ ഒക്കെ എടുത്തു വയ്ക്കും. വിവാഹം കഴിക്കും. പിന്നീട് അങ്ങോട്ട് ഒരു ലൈഫ് സ്ട്രഗിളാണ്. ഇപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് ഒരു ട്രെൻഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കണമെന്നാണ്. അതായത് ട്രാവൽ ചെയ്യുക, അടിച്ചു പൊളിക്കുക. പക്ഷേ അതിനോടൊപ്പം തന്നെ കോവിഡിൻ്റെ സമയത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായത് സമ്പത്തിനാണ്. സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. പക്ഷേ ഈ ഒരു പോയിന്റ് പലപ്പോഴും ആളുകൾ മറന്നു പോകുന്നു. ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ ജീവിക്കാം, മറ്റുള്ളവരെ മോടി പിടിപ്പിച്ച് കാണിക്കാതെ സ്വന്തം സമ്പത്തിനെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ അസറ്റുകളാക്കി മാറ്റിക്കൊണ്ട് എങ്ങനെ ലാർജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇതുവരെ നിങ്ങൾ അറിഞ്ഞതോ അറിയാഞ്ഞതോ ആയ ഒരുപാട് കാര്യങ്ങൾ ഈ സീരീസിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ മറന്നുകൊണ്ട് ഇന്നു മുതൽ പുതിയൊരു വർഷത്തേക്കായി എൻ്റെ ഫിനാൻസിനെ ഒന്ന് അടുക്കും ചിട്ടയോടുകൂടി ഡിസിപ്ലിൻഡ് ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ബേസിക്സാണ് ഈ സീരീസിലൂടെ പറഞ്ഞു തരുന്നത്. അതായത് ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള വ്യക്തിക്ക് ബേസിക് കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്സ്, കാൽക്കുലേഷൻ, ജീവിക്കാനുള്ള പരിചയമൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറയുന്നത് പോലെ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ബേസിക്സാണ് ഈ ഒരു സീരീസിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സാമ്പത്തികമായ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടവ തീർച്ചയായും പറഞ്ഞു തരാനുള്ള ശ്രമമാണ് ഈ സീരീസിൽ. താല്പര്യമുള്ളവർ സ്കിപ്പടിക്കാതെ കാണുക, വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്ന ഈ അറിവുകൾ എല്ലാവരിലേക്കുമായി പകർന്നു കൊടുക്കുക. നിങ്ങളുടെ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒരു സബ്സ്ക്രിപ്ഷൻ, അത് എനിക്കൊരു മോട്ടിവേഷനാണ്. ഞാനൊരു യങ് കപ്പിളിൻ്റെ കഥ പറയാം. ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ, ഭാര്യയും ഭർത്താവും. അവർക്ക് മറ്റ് ഫിനാൻഷ്യൽ ബേർഡൻസ് ഒന്നുമില്ല. ഭാര്യ അത്യാവശ്യം നല്ല ഏർണിംഗ് ആണ്, ഭർത്താവിനുമുണ്ട്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ അവർ മന്ത്ലി ഇന്ത്യയിലെ ഒരു കണക്കനുസരിച്ച് 50 മുതൽ 60,000 രൂപ വരെ രണ്ടുപേരും ഇൻഡിവിജ്വലി ഏൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് 1 ലക്ഷം മുതൽ 1,20,000 രൂപ വരെ അവരുടെ മാസശമ്പളമാണ്. പുതുതായി വിവാഹം കഴിച്ച ഈ ദമ്പതികൾക്ക് എല്ലാം പുതിയതായി തുടങ്ങണം, പുതിയ ജീവിതം തുടങ്ങുകയല്ലേ. സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം, അവർ ഒരു പുതിയ വാഹനം എടുക്കും. 2 പേർക്ക് കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലക്ഷറി വെഹിക്കിൾ. അപ്പോഴാണ് അടുത്ത ഏതെങ്കിലും സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഒക്കെ പറയുന്നത്, ഒരു കുടുംബമൊക്കെ ആയില്ലേ, ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്താൽ എന്താ?
പല ആളുകൾ അപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ വീടുകളോ ഒക്കെ നോക്കും. അതിന് ഒരു ഭീമമായ തുക അടയ്ക്കേണ്ടി വരും. അത്രയും പൈസ വിവാഹം കഴിഞ്ഞ ഉടനെ അവരുടെ പക്കൽ കാണില്ല. സ്വർണം പണയം വെക്കാം, വിൽക്കാം, ഓപ്ഷൻസ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു 60 മുതൽ 80 ലക്ഷം, 1 കോടി രൂപയൊക്കെ വരുന്ന ഒരു മിടുക്കൻ വീട് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കും. വീടായി, കാറായി, ഇനി കുട്ടികൾ വേണ്ടേ? ഒരു കുട്ടിയുമായെന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടത്തിൽ ഒരാളുടെ ജോലി നഷ്ടപ്പെടുന്നത്. ഇനി ജോലി നഷ്ടപ്പെട്ടില്ലെങ്കിലും അവരുടെ നിത്യേനയുള്ള ചിലവുകൾ അല്ലെങ്കിൽ നിത്യേനയുള്ള ജോലി എന്ന് പറയുന്നത് ഈ EMI അടച്ചു തീർക്കാനായിരിക്കും. 30 വർഷത്തേനും 25 വർഷത്തേനും ഒക്കെ എടുക്കുന്ന ഹോം ലോണുകൾ, 5 മുതൽ 7 വർഷം വരെ എടുക്കുന്ന കാർ ലോണുകൾ, മറ്റ് പേഴ്സണൽ ലോണുകൾ, ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ. ഈ ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരായി മാറുന്നു മലയാളികൾ, പൊതുവെ യൂത്ത്. ഇതിന് അറിവില്ലായ്മയിൽ നിന്നും പടുകുഴിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് പിന്നീടുണ്ടാകുന്നത്. പിന്നീട് ഇത് മേക്കപ്പ് ചെയ്യാൻ അവർക്ക് തങ്ങളുടെ വരുമാനം പോരാതെ വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി എന്ത് ചെയ്യാം എന്നാലോചിക്കുന്നത്. മറ്റു ചിലർ ജോലി ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങും. അവിടെയും പലപ്പോഴും വിജയിക്കാൻ വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് സാധിക്കുള്ളൂ. കാരണം ആബ്സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി. പണം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും നൂതനമായ മാർഗങ്ങൾ വരെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ബേസ് പോലും ഇല്ലെങ്കിലോ? ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിൻ്റെ അടിത്തറ നന്നായിരിക്കണം. ആ അടിത്തറ നന്നായി പണിതെടുക്കുകയാണ് ഇന്നു മുതൽ നമ്മൾ. ഇന്നലെ വരെയുള്ള നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഫിനാൻഷ്യൽ ഇലിറ്ററസി ഒന്നും ഇനി മുതൽ നമ്മളെ ബാധിക്കുന്നില്ല. വരുന്ന പുതിയ വർഷത്തിൽ നല്ല ചിട്ടയോടുകൂടി പൈസയെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഓരോ തുകയും നമുക്ക് മൂല്യമുള്ളതാണ്. അതിൻ്റെ മൂല്യം കാക്ഷിക്കാതെ പരിരക്ഷിക്കാൻ ഫിനാൻഷ്യൽ ലിറ്ററസി അത്യാവശ്യമാണ്. അപ്പോൾ കടന്നാലോ നമുക്ക് ചാപ്റ്ററിലേക്ക്. പുതിയ പുതിയ വിവരങ്ങൾ പുതിയ വീഡിയോകളിൽ ഉണ്ടാകും. ചില ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നാൽ ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലാത്ത ഒരാളാണ് കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നുള്ളത് കൊണ്ട് ഓരോ ചെറിയ ഇൻഫർമേഷനും ഇലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് പോകുന്നത്. ഞാൻ ഈ ഒരു സീരീസിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഡയറിയും പെന്നും സജസ്റ്റ് ചെയ്യും. ശരിയാണ്, നമ്മളൊരു ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ചെറിയ വിവരങ്ങൾ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ സാധിച്ചെന്ന് വരില്ല. തുടക്കം മുതൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഓരോ ചെറിയ ആസ്പെക്റ്റുകളും എക്സ്പ്ലെയിൻ ചെയ്താണ് പോകുന്നത്. ഒരു ഡയറിയും പെന്നും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന വിവരങ്ങൾ കുറിച്ചിടുക. അത് പിന്നീട് റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ആസ്പിരേഷൻ ഉണ്ടാവും. ദാറ്റ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ഇനിയും പഠിക്കാനും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് പുതിയ പുതിയ മാർഗങ്ങൾ, മെച്ചപ്പെട്ട മാർഗങ്ങൾ കണ്ടെത്താനും അതിന് സഹായിക്കുകയാണ് ഞാൻ ഈ മണി സീരീസിലൂടെ. സോ ലെറ്റ്സ് ഡിസ്കസ് ദി ഫസ്റ്റ് പോയിന്റ്, എമർജൻസി ഫണ്ട്. എന്താണ് എമർജൻസി ഫണ്ട്? പണക്കാരായ ആളുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ശീലമാണ് ഫിനാൻഷ്യൽ ഹൈജീൻ. പലതരത്തിലുള്ള ഹൈജീനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പേഴ്സണൽ ഹൈജീൻ നമുക്കറിയാം. എന്നാൽ വരവ് ചിലവ് കണക്കുകൾ സൂക്ഷിക്കുന്ന ശീലം, അത് ഡയറിയിലോ, ഇന്ന് നമുക്ക് പലതരം ആപ്സ് അവൈലബിൾ ആണ്. സോ ആദ്യമായി നിങ്ങൾക്ക് ചെയ്യേണ്ടത് വരവ് ചിലവ് കണക്കുകളെ പറ്റി ഒരു ധാരണയാണ് വേണ്ടത്. ശമ്പളം ക്രെഡിറ്റ് ആകുന്നതിന് മുൻപ് ഈ മാസത്തെ എൻ്റെ വരുമാനം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി അതിനപ്പുറത്തേക്ക് എനിക്കൊരു എമർജൻസി വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യാം? എനിക്ക് EMI അടയ്ക്കാൻ ഉള്ള തുകയുണ്ടോ? കണക്കുകൾ കൃത്യമായിരിക്കും. അതിൻ്റെ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. അത് ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിന് ഒരു ഡയറി ഉപയോഗിക്കാം. നിങ്ങളുടെ ഒരു മാസത്തെ വരവ് ചിലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കാം. നിത്യേന ശമ്പളം കിട്ടുന്ന വ്യക്തികളാണെങ്കിലും മാസത്തിലോ ആഴ്ചയിലോ കിട്ടുന്ന വ്യക്തികളാണെങ്കിലും ഈ ഒരു രീതി ഫോളോ ചെയ്യുക. ഇതിൽ എന്താണ് മാറ്റം, എന്ത് മാറ്റമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ആദ്യത്തെ 1-2 മാസത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. എന്നാൽ തുടർച്ചയായി 3-4 മാസത്തിൽ കൃത്യമായി എഴുതുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏത് ഏരിയയിലാണ് കൂടുതലായി പണം ചെലവിടുന്നത്? കുടുംബത്തിലെ ചിലവുകൾക്കാണോ, ലക്ഷറിക്കാണോ, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ മറ്റ് EMI പേ ചെയ്യാനാണോ,
നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാനാണോ? അതിൽ നിന്നും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സേവിങ്സിന് പുറമെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? ഞാൻ ചെറുതായൊന്ന് ഭയപ്പെടുത്തി അല്ലേ? പക്ഷേ ഈ ഒരു ഭയപ്പാട് കൊണ്ട് പിന്നോട്ടേക്ക് തിരിഞ്ഞോടാൻ പാടില്ല. ഇന്നു മുതൽ ചിട്ടയായി ക്രമീകരിച്ചുകൊണ്ട് ഇതോരോന്നും അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആദ്യമായി എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം പൊടുന്നനെ ഉണ്ടായി. എനിക്ക് ജോലിയിൽ പോകാൻ പറ്റാതെയാകുന്നു, അല്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു 3 മെമ്പർ കൂടി ഉണ്ട് എന്ന് കരുതുക. എനിക്ക് അടുത്ത ഒരു ജോലി ശരിയാകാൻ 3 മുതൽ 6 മാസം വരെ ഏറ്റവും കുറഞ്ഞത് ഒരു കാലയളവ് എടുത്തേക്കാം. ഞാൻ വളരെ സമർത്ഥയായ ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ എനിക്ക് ജോലി കിട്ടാനും മതി. പക്ഷേ നമുക്കറിയാം, ജോലി കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി ഒരു ജോലി കിട്ടിയാൽ തന്നെ നിങ്ങളുടെ മുൻപത്തെ ശമ്പളത്തോട് മാച്ച് ചെയ്യുന്ന ഒരു എമൗണ്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. കൂടാം, പക്ഷേ ഭൂരിപക്ഷവും കുറയാനാണ് സാധ്യത. ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പിന്നീട് ഒരു ജോലി കിട്ടുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്ന സാലറിയേക്കാൾ കുറവായിരിക്കും കിട്ടുക. ഇനി ഈ അടുത്ത 6 മാസം നിങ്ങൾക്ക് ജോലിയൊന്നും ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകും? ഇങ്ങനെ ഒരു അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കണം. ഇതിനായി കരുതി വെക്കേണ്ടതാണ് എമർജൻസി ഫണ്ട്. അതായത് ഒരു മാസത്തെ നിങ്ങളുടെ പൂർണ്ണമായ ചിലവുകൾ, ഒഴിവാക്കാൻ പറ്റാത്ത ചിലവുകൾ, പച്ചക്കറി, പലചരക്ക്, നിങ്ങളുടെ കൃത്യമായി അടയ്ക്കേണ്ട EMIകൾ, ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത്, വാഹനത്തിൻ്റെ ലോൺ ഉണ്ടെങ്കിൽ അത്, ക്രെഡിറ്റ് കാർഡ് ബില്ലുണ്ടെങ്കിൽ അത്, ഇവയെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും ചിട്ടിയോ മറ്റ് സമ്പാദ്യങ്ങൾ എന്തെങ്കിലും, ഒരു റിക്കറൻ്റ് ഡിപ്പോസിറ്റ് ആവാം, ഒരു SIP ആകാം. ചിലപ്പോൾ ചില ആളുകൾ ഇതിനൊന്നും പൈസ നിക്ഷേപിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ഒഴിവാക്കാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കാം. അപ്പോൾ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത്, ഏറ്റവും മിനിമം രീതിയിൽ ജീവിക്കണമെങ്കിൽ എത്ര രൂപ വേണ്ടിവരും എന്ന് ഒരു അപ്രോക്സ് കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ പ്രായത്തെയും കണക്കിലെടുത്ത് വേണം നടത്താൻ. ചെറിയ പ്രായത്തിലുള്ള ആളുകൾക്ക് പിന്നീട് ഒരു ജോലി കണ്ടെത്തുക എളുപ്പമാണ്. എന്നാൽ 50 വയസ്സിന് മേളിൽ അത്ര സ്റ്റേബിൾ അല്ലാത്തുള്ള ഒരു ഫാമിലിയിൽ ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടാലോ? അയാൾക്ക് മറ്റൊരു ജോലി കിട്ടുക അത്ര എളുപ്പമല്ല. ഒരു വ്യക്തിയുടെ പ്രായം, അയാളുടെ ജോലി ഏൺ ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ പൈസ ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതിനെയൊക്കെ കണക്കാക്കിയിട്ട് വേണം നമുക്ക് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. 3 മുതൽ 6 മാസം വരെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത്, ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ നിത്യചിലവുകളും എൻ്റെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളും എൻ്റെ EMIകളും ഒക്കെ അടയ്ക്കാൻ എനിക്ക് ഏകദേശം 30,000 രൂപയാണ് ഒരു മാസം വേണ്ടതെങ്കിൽ അടുത്ത 3 മുതൽ 6 മാസം വരെ എനിക്ക് ജോലിയില്ല എങ്കിൽ എനിക്ക് എത്ര രൂപ വേണമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത 6 മാസം വരത്തേക്കാണെങ്കിൽ 1,80,000 രൂപയാണ് എനിക്ക് വേണ്ടത്. അതേസമയം പ്രായമായ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, 50 വയസ്സിന് മേളിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് ഫേസിൽ ആകാറായി, മറ്റു ബാധ്യതകളൊന്നുമില്ല, ചിലവുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ 15 മുതൽ 20,000 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ ചിലവെന്ന് കണക്കാക്കുക. അദ്ദേഹത്തിന് അടുത്ത ഒരു 2 വർഷം ജോലിയില്ലാതെ ആയാലും ജീവിക്കാനുള്ള തുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായി ഉണ്ടായിരിക്കണം. അതാണ് എമർജൻസി ഫണ്ട്. സോ നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനായിരിക്കണം. എമർജൻസി ഫണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഞാനിപ്പോൾ പറഞ്ഞ ഈ 1,80,000 രൂപ പെട്ടെന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഇന്നു മുതൽ, ഈ മാസം മുതൽ എനിക്ക് എവിടെയൊക്കെ എൻ്റെ ചെലവുകൾ ചുരുക്കാമെന്ന് ഞാൻ എൻ്റെ വരവ് ചിലവ് കണക്കുകൾ എഴുതുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, എനിക്ക് സ്ഥിരമായി പർച്ചേസ് ചെയ്യുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതെനിക്ക് ഒഴിവാക്കാം. എനിക്ക് സ്ഥിരമായി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒഴിവാക്കാം. മദ്യപാനം, പുകവലി തുടങ്ങിയതുണ്ടെങ്കിൽ എനിക്കതിനെ കട്ട് ഡൗൺ ചെയ്യാം. ഇനി അതല്ല, കൂട്ടുകാർ കൂടി ട്രാവൽ പോകുന്ന ആളാണെങ്കിൽ എൻ്റെ ട്രിപ്പിൻ്റെ എണ്ണം കുറയ്ക്കാം, അതിൻ്റെ എമൗണ്ട് കുറയ്ക്കാം. ഇതിൽ നിന്നൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഒരു എമൗണ്ട്, അതിനെ അടുത്ത 6 മാസത്തേക്ക് നിങ്ങൾക്ക് വേണ്ട എമർജൻസി ഫണ്ടിനെ 12 മാസം കൊണ്ടുണ്ടാക്കുക. അല്ലെങ്കിൽ അടുത്ത
3 മാസത്തേന് വേണ്ടുന്ന പൈസ 6 മാസം കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എത്ര വേഗം നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അത്രമേൽ നല്ലതാണ്. ഈ എമർജൻസി ഫണ്ട് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? വെറുതെ എൻ്റെ അക്കൗണ്ടിൽ ആ പൈസ ഇട്ടാൽ മതിയോ? ഞാൻ ചിലപ്പോൾ ചിലവാക്കാൻ സാധ്യതയില്ലേ? എമർജൻസി ഫണ്ട് എപ്പോഴും ഒരു സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ വേണം നിക്ഷേപിക്കാൻ. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആ ഒരു എമർജൻസി ഫണ്ട് നിക്ഷേപിക്കാൻ സാധ്യതയില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റിലാവാം, ഡെപ്റ്റ് മണീസിലാവാം, ബോണ്ടിലാവാം, ഇവിടെയൊക്കെ ഫ്ലക്ച്വേഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. ശരിയല്ലേ? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ആ പൈസ പൂർണ്ണമായും വിഡ്രോ ചെയ്യാവുന്ന ഒരു രീതിയിലായിരിക്കണം ഈ പൈസ നിക്ഷേപിക്കേണ്ടത്. അതിന് ഏറ്റവും മികച്ച മാർഗം FD ആയിരിക്കും, അഥവാ ഫിക്സഡ് ഡിപ്പോസിറ്റ്. പലതരത്തിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റുകളുണ്ട്. ഇനി ഒന്നിച്ച് നിങ്ങൾക്ക് ഇത്രയും പൈസ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് നിങ്ങൾക്ക് റിക്കറൻറ്റ് ഡിപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ റിക്കറൻറ്റ് ഡിപ്പോസിറ്റ് നമ്മൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്? നമ്മൾ 0 റിസ്ക് മണി എന്നാണ് പറയുന്നത്. അതായത് ഞാൻ 10 രൂപ FD ആയിട്ട് ഇട്ടാൽ ആ 10 രൂപയും അതിന് അനുസൃതമായ പലിശയും എനിക്ക് തിരിച്ച് കിട്ടും എന്ന് ഉറപ്പാണ് നിക്ഷേപകന്. പക്ഷേ മറ്റ് മാർഗങ്ങളൊക്കെ നിക്ഷേപത്തിനായും ഇൻവെസ്റ്റ്മെൻറ്റിനായും നമ്മൾ ഉപയോഗിക്കുന്നത് പണത്തെ ഇരട്ടിപ്പിക്കാനും പണത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാനുമാണ്. സോ FD ആയി എമർജൻസി ഫണ്ട് മാത്രം ഇടാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ എമർജൻസി ഫണ്ട് ഏതൊരവസ്ഥയിലും നമുക്ക് പെട്ടെന്ന് മണിയായി കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിൽ വേണം നിക്ഷേപിക്കാൻ. ആ ഒരു കാരണം കൊണ്ടും ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒറ്റയടിക്ക് 1,80,000 രൂപ, 2 ലക്ഷം രൂപ ഒരു ലംസം എമൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു RD തുടങ്ങുക. ആ RDയിലൂടെ ഈ പൈസ അക്യുമുലേറ്റ് ചെയ്യുക. അതിനുശേഷം അതൊരു തുകയായി കഴിയുമ്പോൾ അതിനെ ഫിക്സഡ് ഡിപ്പോസിറ്റായി നിക്ഷേപിക്കാം. അടുത്ത എപ്പിസോഡിൽ ഏതെല്ലാം തരം ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഉണ്ടെന്ന് പഠിക്കാം. എല്ലാവർക്കും നന്ദി.